ചേട്ടാ ഞങ്ങൾ പോയിട്ട് വരാം. ശരി സന്തോഷമായിട്ട് പോയിട്ട് അനികൂട്ടാ പോട്ടെ. ശരി വല്ലേ പോവാം. അനികൂട്ടാ പോവും. അനികൂട്ടാ ശരി ടാറ്റാ. ടാറ്റാ ടാറ്റാ. അയ്യോ കഷ്ടായല്ലോ. ഒരു പൊതി ചോറെടുക്കാൻ കല്യാണി മറന്നല്ലോ. അനിയൻകുട്ടാ എന്താച്ചാ? അനിയൻകുട്ടാ എന്തു പറ്റി മോനെ? ഒരു പൊതി ചോറെടുക്കാൻ അവര് മറന്നുപോയി. അതവര് മറന്നൊന്നും അല്ലച്ചാ. പിന്നെ എന്നാലും ഞാനിത് ഓർമ്മിച്ചെടുത്ത് കൊടുക്കേണ്ടതായിരുന്നു. കണ്ണോട് കാവലായി കസ്തൂരി തെന്നലില്ലേ കുഞ്ഞുകുറുമ്പോളവുമായി കൂടി ഞാനും ചിന്തകളിൽ ചെന്താമരപ്പൂവായി മാറുകയായി നീ തന്നിരന്നിൽ മായാ പ്രപഞ്ചം ഞാൻ നിഴലായ ഇത് കണ്ട. ഇതെന്താ കല്യാണി? ഇതെങ്ങോട്ടാ കല്യാണി? വാ വല്യൂഞ്ഞ്, വാ വല്യൂഞ്ഞ്, ഇതിലിരിക്കണം. ഞാൻ വലിക്കാം. വേണ്ട കല്യാണി ഇരിക്കെ, ഞാൻ വലിക്കാം. ഇരിക്കെ. സൂക്ഷിച്ചു വലിക്കണേ. പിന്നെ റെഡി? ഞാൻ പിന്നെ വിളിക്കാം. അഖില പോകാൻ ഇറങ്ങിയ നീ
പിറകേന്ന് വിളിച്ചു. ഏത് കാര്യത്തിനും ഒരു ഇടങ്ങേറായി ഇറങ്ങിക്കോളും. പോയിട്ട് വരുമ്പോ ഞാനിവിടെ ഉണ്ടാവില്ല. ഈവനിങ് ഫ്ലൈറ്റിൽ സിംഗപ്പൂർ പോവുകയാണ്. പോസ്റ്റ്പോൺ ചെയ്ത ബിസിനസ് മീറ്റ് തേഴ്സ്ഡേ ആണ് വച്ചിരിക്കുന്നത്. ഹാപ്പി ജേണി. ഈശ്വരാ, വണ്ടി എടുക്കും. പറയണ്ടേ പ്രിയങ്കേ, അങ്ങനെ അഖില പുറപ്പെട്ടു. അഖില ദേ ഇപ്പൊ കാറി കയറി പോയതേ ഉള്ളൂ. ആന്റി അഖിലെ കൺകുളർക്കെ കണ്ട? അതെന്താ പ്രിയങ്ക നീ അങ്ങനെ ചോദിച്ചേ? അല്ല, ഡ്രൈവർ വണ്ടി ഒന്ന് നിർത്തിക്കേ, എനിക്കൊരു ബോട്ടിൽ വെള്ളം വേണം. അല്ല, ആ പോക്ക് അഖിലയുടെ അവസാന യാത്ര. ഇനി ആന്റി കാണാൻ പോകുന്നതേ ഒരു വിലാപയാത്രയാണ്. കത്തിക്കരിഞ്ഞുപോയ അഖിലയുടെ ശവശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര. അത് കണ്ടിട്ട് വേണം എനിക്കൊന്ന് ശാന്തമായി ഉറങ്ങാൻ. ആന്റിക്ക് ഇനി മുതൽ ആഘോഷത്തിന്റെ ദിനരാത്രങ്ങൾ ആരംഭിക്കുകയാണ്. സിംഹാസനത്തിലേറുന്ന വിലാസിനി ആന്റിയുടെ സന്തോഷത്തിന്റെ നാളുകൾ. തൃച്ചംബരത്ത് ബാക്കിയുള്ളവരോട് കൂടി കണക്ക് തീർക്കേണ്ട പകയുടെയും പ്രതികാരത്തിന്റെയും ദിവസങ്ങളല്ലേ അല്ലേ പ്രിയങ്കേ? അതെ ആന്റി, ഹൃദയത്തിലേൽപ്പിച്ച ഓരോ മുറിവുകൾക്കും എണ്ണി എണ്ണി കണക്ക് തീർക്കേണ്ട ദിവസങ്ങൾ. കാവും കുളവും സർപ്പക്കാവും കാവിലെ പാട്ടുമുള്ള തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ തറവാട്ട് വീട്ടിൽ കളമെഴുത്ത്. രക്ഷകനെയും വാസുകിയെയും സാക്ഷാൽ ശ്രീ പരമേശ്വരനെയും പ്രകീർത്തിച്ചുകൊണ്ട് രുദ്രവീണകൾ പാടുമ്പോ ഉറഞ്ഞു തുള്ളുന്ന പെൺകിടാങ്ങളുടെ കളമെഴുത്ത് പാട്ടല്ല. തറവാട്ടിലെ ശ്രേഷ്ഠർ കളമെഴുതിയ ഭൈരവ കോലത്തിലേക്ക് കുടുംബ ഐശ്വര്യം ലക്ഷ്യമാക്കി വർഷാവർഷം ചെയ്തു വരുന്ന കുംഭസമർപ്പണം. പക്ഷേ ഈ കൊല്ലത്തെ കുംഭസമർപ്പണം കഴിയുമ്പോ തൃച്ചംബരത്തേക്ക് പറന്നു വരും ബലിക്കാക്കകൾ. അഖിലയുടെ ബലിച്ചോറുണ്ട്. ഒന്ന് കൈകൊട്ടി വിളിക്കാൻറ്റി, തയ്യാറായിട്ട് നിക്കട്ടെ കരിങ്കണ്ണുള്ള ബലിക്കാക്കകൾ. ആ എന്നാ പിന്നെ വെച്ചേക്കാൻറ്റി, ഞാൻ പിന്നെ വിളിക്കാം. ശരി പ്രിയങ്കേ. നീ ഇങ്ങനെ ഊട്ടിത്തരുമ്പോ ഈ ഭൂമിയിൽ ജീവിക്കാൻ വല്ലാത്തൊരു കൊതിയാ. ഓരോ ദിവസം ഉറങ്ങാൻ കിടക്കുമ്പോ ജീവിതം അവസാനിച്ചു പോവല്ലേ എന്നാ എന്റെ പ്രാർത്ഥന. അങ്ങനെ അവസാനിക്കുകയാണെങ്കിൽ അത് ഒരുമിച്ച് വേണം അവസാനിക്കാൻ. കണ്ടോ കല്യാണി, ഇതാണ് യഥാർത്ഥ പ്രണയം. ഇവിടെ ഒരു മതിൽക്കെട്ടുകളുമില്ല. അവരൊരു ജന്മം കൂടി കൊതിക്കുക ജീവിക്കാൻ. നിനക്കങ്ങനെ ആഗ്രഹമൊന്നുമില്ല? എനിക്ക് ഒരു ജന്മമല്ല വലിയുന്നേ,
1000 ജന്മം എന്റെ ഈ വലിയ കുഞ്ഞിനോടൊപ്പം ജീവിച്ചാലും കൊതി തീരില്ല. വലിഞ്ഞേ നീ കഴിക്ക്. അത് വേണം. കേക്കോ? ഞാൻ കരിക്ക് മാത്രം മതി. തങ്ങില്ലേണി പിടിക്കേ, വീടല്ലേ? അതും കൂടി. സ്ട്രോ വാങ്ങിയ വലിയ പോയതാ. പോവാം. വലിഞ്ഞ എവിടെ പോയേ? ഞാൻ നീ ഇല്ലാതെ ഏത് ലോകത്ത് പോവാനാ? എത്ര ചേട്ടാ? 35. ബാക്കി വെച്ചു. പോവാം. ഇതാണ് ഞങ്ങളുടെ കുടുംബക്ഷേത്രം. വലിയ ക്ഷേത്രമാണല്ലോ. ഏയ്, നേരത്തെ ചെറിയൊരു അമ്പലമായിരുന്നു. ഈ അടുത്ത കാലത്ത് എങ്ങനെയൊക്കെ പുതുക്കി പണിതത്. ഓർമ്മയുണ്ടോ നിനക്ക്? ഇതുപോലൊരു ക്ഷേത്രത്തിൽ വെച്ച നിന്നെ പ്രണയിക്കായിരുന്നു എന്ന് ഞാൻ ആദ്യം തിരിച്ചറിഞ്ഞത്. അതേ ക്ഷേത്ര നടയിൽ വെച്ചാ നമ്മള് പല തീരുമാനങ്ങളും എടുത്തത്. എന്താ ശരിയല്ലേ? അപ്പൊ എനിക്കല്ലേ ഓർമ്മയുണ്ട്. അതൊക്കെ മറക്കണമെങ്കിലേ ഞാൻ മരിക്കണം. അമ്പലത്തിന്റെ നടയെന്നാണോ വേണ്ടാത്ത ഓരോന്ന് പറയുന്നത്? പിന്നെ ഇനി വൈകിട്ട് 5 മണിക്ക് നട തുറക്കും. നമുക്ക് പോയിട്ട് വൈകുന്നേരം വരാം. ദീപാരാധന തൊഴാലോ. പിന്നെന്താ? മാസത്തില് ഒരിക്കലെങ്കിലും കുടുംബക്ഷേത്രത്തിൽ വന്ന് തൊഴണമെന്നാ. ഓ, അതെന്താ? അതൊരു അനുഗ്രഹമായിരിക്കും. ശരി, നമുക്ക് ശ്രമിക്കാം. വിളിക്കുന്നുമില്ല. പ്രിയങ്ക. ഹലോ പ്രിയങ്കേ. ആന്റി, സന്തോഷ വാർത്തയ്ക്ക് കാതോർത്തിരിക്കുകയായിരിക്കും അല്ലേ? പ്രിയങ്കേ, അവിടെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്നൊന്ന് പറ. ദേ, നീ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആ ഋഷികേശ സ്വാമികൾ അറിയാലോ. ആന്റി, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നേ മനസ്സിന് നല്ല ഉറപ്പുണ്ടെങ്കിൽ ആന്റി കേട്ടോ. നീ പറയേ. ദേ, നിന്റെയൊക്കെ കൂടെ നടന്ന മനസ്സിന്റെ ഭാരം കാരണം എനിക്കിപ്പോ നടക്കാൻ വയ്യ. അത്രയ്ക്ക് കട്ടിയായി. പറ പ്രിയങ്കേ, ആ കല്യാണിയുടെ കണ്ണീര് എനിക്ക് കാണണം. നീ പറയേ. എന്നാ കേട്ടോ ആന്റി. അപ്പോ എല്ലാം പൊട്ടിത്തെറിച്ച അഖില ഇതോടെ തീരുമെന്നുള്ള കാര്യം ഉറപ്പല്ലേ? ഉറപ്പ്. മൺകുടവും മൺവീണയും താളം മുറുക്കുമ്പോ സർപ്പദീപങ്ങളുടെ കളത്തിൽ രക്തവർണം പടരും. സന്തോഷായി പ്രിയങ്കേ. എനിക്കിത് കേട്ടാ മതി.
കല്യാണി ഗ്രില്ല് തുറന്നു കിടപ്പുണ്ട്. അകത്താരുമുള്ള ലക്ഷണമില്ലല്ലോ. അല്ല, ഇനിയും ഓപ്പളമ്മയുടെ ഇല്ലേ? ഓപ്പോളമ്മ ഇവിടെ ഇല്ല. ഓപ്പോളമ്മ കൊച്ചച്ഛന്റെ പാലക്കാടല്ലേ വീട്ടിലേക്ക് പോയിരിക്കുക. ഓ, ഗ്രില്ല് തുറന്ന സ്ഥിതിക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടാവും. താക്കോൽ ഇനി എവിടെയാണോ വെച്ചിരിക്കണേ? അല്ല, ആരിത്? ഐഷുമ്മ. ഇത് ഐഷുമ്മ, ഓപ്പോളമ്മയുടെ കൂട്ടുകാരിയാ. ബാ, എന്റെ ഓപ്പോളുമ്മ പറഞ്ഞായിരുന്നു കുട്ടിയോള് വരും, നല്ലോണം നോക്കണോന്ന്. ദേ, ഇപ്പൊ വിളിച്ചങ്ങോട്ട് വെച്ചതേ ഉള്ളൂ. ഇതാ എന്റെ പുയ്യാപ്പിള. സുൽത്താന്റെ ചേലുണ്ട്. വാ, അകത്തേക്ക് വാ. കല്യാണി എപ്പോഴാ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഐഷമ്മയെ കുറിച്ച്. ഈ ഗ്രാമത്തിലുള്ളവരെ കുറിച്ച് പറയുമ്പോ കല്യാണിയുടെ കണ്ണുകളിൽ എന്ത് തിളക്കമെന്നറിയോ ഐഷമ്മയ്ക്ക്? ഈ കണ്ണുകളാ നമ്മളെ കുഞ്ഞിന് മുഖപത്തുണ്ടാക്കിയത്, ഞമ്മക്കറിയാം. ആഹാ, കല്യാണി, നിന്റെ ഓപ്പോളമ്മ ആള് കൊള്ളാലോ. ഈ ഗ്രാമത്തില് നമ്മുടെ പ്രണയകാവ്യം അച്ചടിച്ച് വിതരണം ചെയ്തിട്ടുണ്ട്. അത് 1-ാം വാല്യം. ഇനി ഇതിന്റെ 2-ാം വാല്യം എന്താണോ ആവോ. ആ, നിങ്ങളിരിക്കും. ഇത്ര ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ, നല്ല വിശപ്പുണ്ടാവും. നമ്മള് നല്ല കോഴി പൊരിച്ചതും കുട്ടൻ ബിരിയാണിയും വെച്ചിട്ടുണ്ട്. കുട്ടൻ ബിരിയാണിയോ? അതെന്താ? അതെ, കുഞ്ഞു പോത്തിന്റെ നല്ല ഹൽവ പോലുള്ള ഇറച്ചി കൊണ്ടുണ്ടാക്കിയ ബിരിയാണിയാണ്. ആ, അവിടെ ഇരിക്കും. ഞാൻ പോയി അതൊക്കെ ഒന്ന് ഒരുക്കി വെച്ചിട്ട് വരാം. നിങ്ങള് കഥകളൊക്കെ പറഞ്ഞിരിപ്പി, ഞാൻ ഇതാ വരാം. ആ, കുയ്യാപ്പിളക്ക് എന്താ ജ്യൂസ് വേണ്ടത്? ആറഞ്ച്, പൈനാപ്പിൾ, മഞ്ഞപ്പഴം ജ്യൂസ്. മഞ്ഞപ്പഴം ജ്യൂസോ? അതെന്താ? പാഷൻ ഫ്രൂട്ട്. ഓ, പൈനാപ്പിൾ മതി. ശരി, ഇപ്പൊ കൊണ്ടുവരാം. നിങ്ങളിരിക്കും. കല്യാണി, അങ്ങനെ ഇന്ന് ആദ്യമായിട്ട് ഞാൻ എന്റെ ഭാര്യ വീട്ടിൽ അന്തി ഉറങ്ങാൻ പോകുന്നു. അല്ല വലിയുഞ്ഞെ, ഇതിനിടയ്ക്ക് എന്നെ ആ വഴിയോർത്ത് നിർത്തിയിട്ട് വലിയുഞ്ഞ എവിടെയാ പോയത്? അത് വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ. ആഹാ, അതെന്താ? പെട്രോൾ അടിക്കാൻ പോയാ ഞാനും കൂടി വന്നൂടെ? കല്യാണി, നീ ഇളനീർ കുടിച്ചുകൊണ്ടിരുന്ന സമയത്താണല്ലോ ഞാൻ പോയത്. നീ അത് കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മടങ്ങി വന്നില്ലേ? ഒരു മിനിറ്റ്. അമ്മേ, ഞങ്ങള് വിരുന്ന് വന്നിരിക്കുക. ആദ്യമായിട്ട് വരുമ്പോ അച്ഛനും അമ്മയും ഇല്ലാതെ പോയി. ഇന്ന് ഞങ്ങൾ ഇവിടെ താമസിക്കാൻ പോണേ. നമ്മുടെ വീട്ടില് തൃച്ചംബരത്തെ വലിയ കുഞ്ഞ്. എനിക്കിതൊക്കെ ഇപ്പോഴും സ്വപ്നമായിട്ടാ തോന്നണ അമ്മേ. ആ, എന്നാൽ എന്റെ ഈ കെട്ടിയോള് ആ സ്വപ്നത്തിൽ നിന്നൊന്നും ഉണർന്നേ. എന്നിട്ട് മനസ്സിൽ ആലോചിച്ച് ഡേറ്റ് എഴുതി വഞ്ചിയിൽ നിക്ഷേപിച്ച 2ാമത്തെ സമ്മാനം പിടിച്ചാട്ടെ. ഏയ്, ഇപ്പൊ പൊട്ടിക്കാൻ നോക്കരുത്. ഇവിടെ വെച്ച് മറക്കരുത്. സുജാതേച്ചി വലിയ എടുക്ക. ഹലോ കല്യാണി, നീ ഇപ്പൊ എവിടെയാ? ഞാനിപ്പോ എന്റെ വീട്ടിലാ, നാട്ടില്. ആനന്ദ് സാറ് കൂടെ ഉണ്ടോ? ആ ഉണ്ട്. എന്തു പറ്റി? ഒരു പ്രശ്നമുണ്ടല്ലോ കല്യാണി. പ്രശ്നോ?